യേശു കർത്താവിനെ ഗബതയുടെ കൽത്തളം മുതൽ കാൽവരിയുടെ മലവേരെ അടിയേൽക്കപ്പെട്ടവനായി, തകർക്കപ്പെട്ടവനായി. നിങ്ങൾക്കറിയാം, ഒത്തിരി പീഡാനുഭവങ്ങൾ, സമാനതകളില്ലാത്ത പീഡാനുഭവങ്ങളിൽ കൂടെ യേശു കടന്നു പോകുന്ന നിങ്ങൾ കാണുവാൻ സാധിക്കും. അവസാനം യേശു കർത്താവിനെ അവർ ക്രൂശിച്ചു. യേശു കർത്താവ് മരിക്കുന്നു. അതിനുശേഷം യേശുവിനെ കല്ലറയിൽ അടക്കം ചെയ്തു. യേശുവിനെ കല്ലറയിൽ അടക്കം ചെയ്തതിനു ശേഷം അവിടെ വചനം പഠിക്കുമ്പോൾ കല്ലറ ഒരു വലിയ പാറ കൊണ്ട് അടച്ചുറപ്പാക്കി റോമാ സാമ്രാജ്യത്തിന്റെ ഇമ്പീരിയൽ മുദ്രകൾ പതിപ്പിച്ചു. നമുക്കറിയാം, പടയാളികളെ കാവൽ നിർത്തി. എങ്ങും കാണാത്ത ഒരു കാര്യം ഇവിടെ സംഭവിക്കുക. എവിടെ ഒരു മരണം സംഭവിച്ചാലും അടക്കം ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ തിരികെ പോകും. പിന്നെ ആരും ആ കല്ലറയിൽ അല്ലെങ്കിൽ ആ സെമിട്രിയിൽ ആരും നിൽക്കത്തില്ല. പക്ഷെ യേശുവിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അടക്കം ചെയ്തതിനു ശേഷം പടയാളികളെ കാവൽ നിർത്തി റോമാ സാമ്രാജ്യത്തിന് ഇമ്പീരിയൽ മുദ്ര യേശുവിന്റെ കല്ലറയിൽ അടച്ച ആ പാറമേൽ പതിപ്പിച്ചു. പടയാളികളെ കാവൽ നിർത്തി. എന്തിനാ അങ്ങനെ ചെയ്തത്? എന്തിനാ അങ്ങനെ ചെയ്തത്? കാരണം ഒന്നേ ഉള്ളൂ, യേശു കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ പല ആവർത്തി യേശു കർത്താവ് പറഞ്ഞൊരു പദമുണ്ട്, മൂന്നാം നാൾ ഞാൻ പുറത്തു വരും. യേശു കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ പല ആവർത്തി പറഞ്ഞൊരു പദമാണ്. റോമാ സാമ്രാജ്യത്തിന്റെ അധികാരികൾക്കെല്ലാം അറിയാം, യേശു ഒരു കാര്യം പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. അത് ഇതുവരെ അങ്ങനെയാ സംഭവിച്ചത്. അതുകൊണ്ടാണ് യേശു ഉയർക്കും എന്ന് പറഞ്ഞത് കൊണ്ടാണ് അവിടെ അത്രയും കാവൽക്കാരെയൊക്കെ, പടയാളികളെയൊക്കെ ഒരു കാരണവശാലും യേശു ഉയർക്കരുതെന്ന് അവിടുത്തെ അധികാരങ്ങൾ തീരുമാനിച്ചു. പക്ഷെ നിങ്ങൾക്കറിയാൻ വേണ്ടി പ്രിയ സഹോദരങ്ങളെ, മൂന്നാം നാൾ വന്നപ്പോൾ സകല ഉലക മഹാത്മാരുടെയും കല്ലറകൾ ഭൂമിയിൽ അടഞ്ഞു കിടക്കുമ്പോൾ യേശു മൂന്നാം നാൾ കല്ലറകളെ ഭേദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് കാണുവാൻ സാധിക്കും. ഞാൻ നിങ്ങളോട് പ്രവചിച്ച് പറയട്ടെ, നിങ്ങൾക്കൊരു മൂന്നാം നാളുണ്ട്. എന്നും കല്ലറയിൽ നിങ്ങൾ ഒടുക്കപ്പെടത്തില്ല, എന്ന് രോഗത്തിൽ നിങ്ങൾ തകർക്കപ്പെടത്തില്ല, എന്ന് നിങ്ങൾ അടയപ്പെടുന്ന അവസ്ഥയിൽ കിടക്കത്തില്ല. ഒരു മൂന്നാം നാൾ ദൈവം നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. ആ മൂന്നാം നാളിന് സമയമായി ദൈവം നിങ്ങളുടെ ലൈഫിൽ വമ്പൻ അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു. മൂന്നാം നാൾ സമീപിച്ചിരിക്കുന്നു. കല്ലറകളെ ഭേദിച്ചുകൊണ്ട്, പാതാളത്തെയും മരണത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ ഇന്ന് നീ അനുഭവിക്കുന്ന സകല പ്രതികൂലങ്ങളെയും സകല പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ജയാളിയായി നിങ്ങൾ പുറത്തു വരും. നിങ്ങൾക്കൊരു മൂന്നാം നാൾ ഉണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.